മാർച്ച് 3 ഞായറാഴ്ച. യോഹന്നാൻ 2:13 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം യേശു പെസഹ തിരുനാളിന് ജെറുസലേമിൽ എത്തുമ്പോൾ ഉണ്ടായ സംഭവങ്ങളാണ്. അവിടുന്ന് ഉടനെ ദേവാലയത്തിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ കണ്ട സാഹചര്യം അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. ദേവാലയത്തിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ മിക്കവരും പ്രാർത്ഥിക്കാൻ വന്നവരല്ലായിരുന്നു. പണമിടപാടുകാരും ബലിക്കായി മൃഗങ്ങളെ വിൽക്കുന്നവരുമായിരുന്നു അവിടെ. ഒരു വിശുദ്ധ ആലയം എന്ന നിലയിൽ ദേവാലയത്തിൻ്റെ ഉദ്ദേശ്യം തന്നെ യേശുവിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമായി ദേവാലയം നിർമ്മിക്കുകയും സമർപ്പിക്കുകയും ചെയ്തിരുന്നത് ഒരു മാർക്കറ്റ് സ്ഥലമായി അധപതിച്ചു. അതിനാൽ യേശു പ്രകോപിതനായി. ഇത്രയും മനോഹരവും വിശുദ്ധവും പവിത്രമായ ഒരു സ്ഥലത്തെ ആളുകൾ അശുദ്ധമാക്കുന്നതോർത്ത് അദ്ദേഹം ദുഃഖിതനായിരുന്നു. ജെറുസലേമിലെ ദേവാലയം കേവലം ഔദ്യോഗിക ആരാധനയുടെ മാത്രമല്ല, അത് വാണിജ്യത്തിൻ്റെ കേന്ദ്രവുമായി മാറിയിരുന്നു. ബലിപ്രാവുകളുടെ വിൽപ്പനയിലൂടെ ചൂഷണം ചെയ്യപ്പെട്ടത് പാവപ്പെട്ട നല്ല വിശ്വാസികളാണ്. അവർക്ക് ആരാധിക്കാൻ ഇവ വാങ്ങേണ്ടിയിരുന്നു. ദേവാലയം സിവിൽ മതപരമായ ശക്തികളുടെ ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് യേശു ഇത്ര ശക്തമായി പ്രതികരിച്ചത് യാദൃച്ഛികമായിരുന്നില്ല. യഹൂദരുടെ ജീവിതത്തിൻ്റെ ഹൃദയഭാഗത്ത് ദേവാലയം ഉണ്ടായിരുന്നതുപോലെ യേശു സമൂഹത്തിൻ്റെ ഹൃദയഭാഗത്തെ അഴിമതിയെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു. യേശു ദേവാലയം ശുദ്ധീകരിച്ചതിൻ്റെ കാരണം അവിടെ നടക്കുന്ന അഴിമതികളും പാപകരമായ പ്രവർത്തനങ്ങളും ശരിയായ ആരാധനയിൽ നിന്ന് ആളുകളെ വ്യതിചലിപ്പിച്ചതിനാലാണ്. അങ്ങനെ നോമ്പുകാലത്ത് ഇന്നത്തെ വായന ദൈവത്തോടുള്ള ശരിയായ ആരാധന മെച്ചപ്പെടുത്തുന്നതിന് നമ്മുടെ സ്വന്തം ഹൃദയങ്ങളുടെയും ആത്മാവിൻ്റെയും ആലയത്തെ ശുദ്ധീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യം ഇതാണ്: നമ്മുടെ പുണ്യസ്ഥലങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ്? ഏതാണ് നിങ്ങളുടെ പവിത്രമായ സ്ഥലം? അത് ഒരു പള്ളിയാകാം, കാടാകാം, മലയാകാം, സമുദ്രമാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ ഒരു ഊഞ്ഞാലാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കസേരയാകാം. നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ ചില പുണ്യസ്ഥലങ്ങൾ ആവശ്യമാണ്. അത് പ്രകൃതിയാകാം, അത് വീടാകാം, പള്ളിയാകാം. അവിടെ ശാന്തമായി ഇരുന്ന് ആ നിശബ്ദതയിലെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും. പുണ്യസ്ഥലങ്ങളിൽ നമ്മെ ദൈവത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ആ സ്ഥലത്ത് കൂടുതൽ തീവ്രമായും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാം. ഒരു വിശുദ്ധ സ്ഥലവും അതുപോലെ ഒരു വിശുദ്ധ പ്രവർത്തനവും അത് വെറുതെ പ്രകൃതി ലയിച്ചിരിക്കുന്നതാകാം. ദൈവ സാന്നിധ്യത്തിലേക്കും വചനത്തിലേക്കും കൃപയിലേക്കും കൂടുതൽ ആഴത്തിൽ നമ്മെ തന്നെ തുറക്കാൻ സഹായിച്ചേക്കാം. ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ദൈവത്തോടൊപ്പം നിശബ്ദമായി ഇരിക്കാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ശാന്തമായും സമാധാനപരമായും ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ധാരാളം ദൈവാനുഗ്രഹങ്ങളും ലഭിച്ചേക്കാം. ദൈവം നമ്മെ കാത്തിരിക്കുകയാണ്. ആ ദൈവത്തോടൊപ്പം ഇരിക്കാൻ
നമുക്ക് സമയമുണ്ടാകുമോ? എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.